ഗുഡ് മോർണിംഗ് ഗൈസ്. നിങ്ങൾ വിചാരിക്കത് ഗുഡ് മോർണിംഗ് ആണ്, പക്ഷെ ഇത് ഗുഡ് മോർണിംഗ് അല്ല. രാവിലെ ആണോ ചോദിച്ചാൽ രാവിലെ അല്ല. ഞാനിപ്പോൾ അത് എണീറ്റതാ. ഞാൻ രാവിലെ എണീറ്റിന് രാവിലെ നീച്ച് രാവിലെ പെലച്ചക്കിച്ച് സ്കെയറൊക്കെ കഴിഞ്ഞ് പിന്നെ ഉറങ്ങിയിട്ടില്ല. പിന്നെ പരിപാടികളായിട്ടിരുന്ന് പിന്നെ ഇത് നമ്മൾ എഡിറ്റിംഗ് റൂം, എഡിറ്റും വീഡിയോ ഒക്കെ എടുക്കുന്ന റൂമാട്ടോ. ഇവിടെ ബെഡ് ഇട്ടാണ്, ഇവിടെ കിടന്നുറങ്ങി. രാവിലെ മുതൽ എഡിറ്റ് തുടങ്ങി. ഡ്യൂട്ടിക്ക് വന്ന് വിചാരിച്ചിട്ട് കിടന്നുറങ്ങിയില്ല. അല്ല, ഡ്യൂട്ടിക്ക് പോകുന്ന വിചാരിച്ച അവിടെ ഇരുന്നത്. എഡിറ്റൊക്കെ ചെയ്ത് ഉറങ്ങണ്ട. 8 മണിയാകുമ്പോൾ എന്തായാലും കുളിക്കാൻ കയറില്ല. അപ്പോൾ ഡ്യൂട്ടി 9 മണിക്കോ അങ്ങനെ വരുന്നതാ. പക്ഷേ കോമഡി ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ഞാൻ ഡ്യൂട്ടി എടുത്തില്ലല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫാണ്. അതിൻ്റെ ഓർമ്മ ഉണ്ടായില്ല. പിന്നെ ഇന്ന് 3 വീഡിയോ ഇടാതെ അടിച്ചു. അങ്ങനെ ബാക്കിയുള്ള വീഡിയോയും കൂടി ചെയ്ത് രണ്ടെണ്ണം കൂടി എക്സ്ട്രാ ചെയ്തിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങിയിട്ട് ഇപ്പം എണീക്കുക. ഇപ്പം സമയം ഗുഡ് മോർണിംഗ് പറയാനുള്ള സമയമില്ല, ഗുഡ് ആഫ്റ്റർനൂൺ പറയാനുള്ള സമയം 3 മണിയായി. എഡിറ്റ് ചെയ്ത് 2 വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിച്ച് പോസ്റ്റ് ചെയ്ത് അങ്ങനെ നോമ്പിൻ്റെ 2ാമത്തെ ദിവസം തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ദാസറസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. കൂടുതലാണ് ATM പോയിട്ട് കുറേ പൈസ ഒക്കെ വാരി എടുത്തുകൊണ്ടിട്ടുണ്ട്. കുറേ പൈസ കിട്ടിയാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ പോകും. ഞാനുണ്ട്. ഇതിൻ്റെ പേരെന്താ? മിസ്റ്റർ സഫ്വാൻ. ഞങ്ങളിപ്പോൾ വിയർ മാർട്ടിൽ ഇങ്ങനെ പോയി, വെറുതെ വിയർ മാർട്ടിൽ പോയി. കാര്യമൊന്നും ഉണ്ടായില്ലേ. അവിടെ പോയി സ്പൂണ് മേടിച്ച്, സ്പൂണ് കൈകളിലില്ല. സ്പൂണ്, പഞ്ചസാര, പിന്നെ ഇതിൻ്റെ പേരെന്തിനും മോനെ ഇതാരതോ ഒരു പിരാക്ക് കൊണ്ടാണ് തോന്നുന്നത്. അപ്പം എൻ്റെ പിരാക്കാവുന്നുണ്ട്. ഈ നായ് വീരെടുക്കണ്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ പിരാക്കാണ് തോന്നുന്നുണ്ട്. എന്തായാലും അത് തട്ടിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്തിനു പേര്, സ്പൂണ്, പിന്നെ 1 ദിർഹംസിൻ്റെ കോപ്പ, പിന്നെന്താ കാര്യം, പഞ്ചസാര കോപ്പ അല്ലാണ്ട് എന്താ പറയും, കപ്പ്, പഞ്ചസാര, പിന്നെ പഞ്ചാര. ഇങ്ങോട്ട് പഞ്ചാര അറിയോ? പഞ്ചാര, പിന്നെന്തേനു ചായപ്പൊടിൻ്റെ മറ്റേ നൂലുള്ള സാധനം. ഇത് മേടിച്ചുകൊണ്ട് അവിടെ തന്നെ വെച്ചുകൊണ്ട് പോകുന്നു. ഇവൻ ഒരാൾ കാരണം കുറവായി നല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോണ്. ഞങ്ങളുടെ റൂമാണ് ഈ റൂം. കണ്ടാൽ കോടീശ്വരന്മാർ വസിക്കണ റൂമാണ് വിചാരിക്കും, പക്ഷെ കോടീശ്വരനില്ല അവിടെ. ഞാനും ഇപ്പോൾ കടന്നു വരുന്ന ആളുടെ പേരാണ് ജവാദ്, മിസ്റ്റർ ജവാദ്. കണ്ട വയറൊക്കെ ഉള്ളോട്ട് പിടിച്ചിട്ടാണ് നടന്നു പോകുന്നത്. സ്ലോ മോഷൻ, കൂളിംഗ് ഗ്ലാസ് ഇല്ല എന്നുള്ളൂ. ആൾ ഡീസൻ്റാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിൽ വെറുതെ ഇങ്ങനെ കറങ്ങി നടന്ന് വെറുതെ നേരം പോകാനൊക്കെ ആയിട്ട്. കാരണം ഇന്ന് എനിക്ക് ഓഫാണ്, ഡ്യൂട്ടി ഇല്ല. മറ്റവനക്ക് പിന്നെ വിസ റിന്യൂവലായിട്ട് അവന് കുറച്ച് ബ്രേക്കാണ്. അവൻ്റെ ബ്രേക്ക് ടൈമാണ്. അവൻ്റെ പുതിയ വിസ അടിക്കുന്നതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലിരിക്കണം അവന്. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പോൾ നോമ്പുറക്കാൻ പോകാൻ സമയമായി. 5:15 ഇപ്പോൾ ഇവിടെ 6:15 ബാങ്ക് കൊടുക്കും, 6:20 ബാങ്ക് കൊടുക്കും. പക്ഷേ നമുക്കവിടെ സ്ഥലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ പോകണം. അപ്പം നേരത്തെ പോകണമെങ്കിൽ ഇവിടുന്ന് 5:30 ഏകദേശം 5:45 ഹോസ്പിറ്റലിൽ എത്തണം. കാരണം ഹോസ്പിറ്റലിൽ നമുക്ക് ഫുഡ് തരും. ആ ഫുഡ് നമുക്ക് പെലച്ചക്ക് കഴിക്കാം. പെലച്ചക്ക് അല്ലെങ്കിൽ രാത്രി കഴിക്കാം. പെലച്ചക്ക് വരെ എത്താൻ സാധ്യതയില്ല. കാരണം ഇന്നലെ കിട്ടിയ ഫുഡ് പെലച്ചാകുമ്പോഴത്തേന് എത്തിയപ്പോൾ കുറച്ച് കേടുന്നൊരു ഫീൽ ഉണ്ട്. പിന്നെ ചൂടാക്കി കുറച്ചും കൂടി നല്ലോണം ചൂടാക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു. കാരണം 4 മണിക്ക് ഞാൻ എണീറ്റത്. 5:30 ബാങ്ക്, പക്ഷെ 4 മണിക്ക് എണീറ്റ്. പക്ഷേ 4 മണിയാകുമ്പോഴത്തേനും ഇവിടെ ഷോപ്പ് അടക്കും. അപ്പോൾ ചോറ് കിട്ടില്ല. 4 മണി വരെ ഉള്ളൂ ചോറുള്ള കട. അപ്പോൾ പിന്നെ ഞാൻ ഇതന്നെ അവിടെ കഴിക്കാൻ നേരത്തെ അവിടെ കഴിച്ച്. അങ്ങനെയാണ് ഇന്നലക്കത്തെ നോമ്പ് ഇതായത്. പിന്നെ ഇന്ന് അപ്പോൾ ഇന്നലെ മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് എന്താക്കാൻ കരുതി. ഇന്നിപ്പോൾ നേരെ ഇവിടുന്ന് എന്തായാലും നമുക്ക് പള്ളിക്ക് നിന്ന് മന്തി കിട്ടും. അപ്പോൾ മന്തി അവിടെ നിന്ന് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. മറ്റേ വലിയ തളികയിലായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം.
അപ്പോൾ അവിടെ പോയിട്ട് തളികയിൽ ഉള്ള ഫുഡ് പറിച്ച് മാന്തി കഴിക്കണം. അടിയായിരിക്കും. ഇന്നലൊക്കെ തന്നെ കോമഡിയാണ് അവിടെ. ചിരിച്ചൊരു വൈക്കായിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നിനിപ്പോൾ അവിടെ പോയിട്ട് സ്ഥലം പിടിച്ച് ഇന്നിപ്പോൾ നേരത്തെ പോകണം എന്നുള്ള പ്ലാനാണ് ഞാനും സഫ്വാനും കൂടി ഉള്ളത്. പിന്നെ ബാക്കിയുള്ള ചെക്കന്മാർ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഞാനും സഫ്വാനും കൂടി നേരത്തെ ഇറങ്ങാനുള്ള പ്ലാനാണ് അവിടെ പോയിട്ട്. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡ് മേടിക്കണമല്ലോ. ഫുഡ് മേടിക്കുക, നേരെ നമുക്ക് പള്ളിയിൽ പോവാം. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ നോമ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനുണ്ട്, സഫ്വാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചെക്കൻ എന്തോ ബാർബർ ഷോപ്പിൽ എന്തോ പരിപാടി, ബാർബറുമായി വലിയ ഡിസ്കഷനാണ് പോകുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ഇന്നെ കാണാൻ പറ്റും. ഇടക്കിടക്ക് വീഡിയോ എടുക്കണ ഒരു ഇതാണ്. മിസ്റ്റർ സഫ്വാൻ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ നോമ്പ് തുറയിലേക്ക് കടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ താങ്കളുടെ നോമ്പ്? അടിപൊളി എന്നാണ് നമ്മുടെ കുറവായ സഫ്വാൻ്റെ ആൻസർ. ചോറിട്ടോ? ഇന്ന് മന്തി ആയിരിക്കുമോ ബിരിയാണി ആയിരിക്കുമോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? സഫ്വാൻ ഇങ്ങനെ പെണ്ണുങ്ങളെ മാതിരി ഇരുന്നു. അതെ, ചെക്കന് പണിയില്ല കാര്യം. ചെക്കൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുകയാണ്. വിസ റിന്യൂവലിൻ്റെ ഭാഗമായി. ശുദ്ധ മലയാളം പറയാൻ ഭയങ്കര റിസ്ക് കേട്ടോ. നമ്മളെ കൊണ്ട് നടക്കുന്ന പരിപാടിയിൽ. അങ്ങനെ ഞങ്ങൾ നടന്നിപ്പോൾ ഏകദേശം ഞങ്ങളുടെ സിഗ്നലിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. സിഗ്നൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിയോറിലാണ് ഫുഡുണ്ട്. ഫുഡ് മേടിച്ചിട്ട് വേണം നമുക്കവിടെ പോകാൻ. പള്ളിയിൽ പോവാം. പള്ളിയിൽ പോയിട്ട് നല്ല കൊയാന്നിരിക്കുന്ന ചോറുള്ള മന്തി ആയിരിക്കും അല്ലേ? എന്താ പറയാം, കുറവാണ് കൈസ്, കുറവാണ്. ഞങ്ങൾ ഇന്നലത്തെ അവസ്ഥാനായിട്ട് നിന്ന് നേരത്തെ വന്നതാണ്. വേണ്ട ആൾക്കാരൊക്കെ വരുന്നുള്ളൂ. അൻസ് അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞാനും സഫ്വാനും അനസും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഇരിക്കുന്നു. ഞങ്ങളെ കൂടെ ഈജിപ്ഷ്യൻസ് ഉണ്ട് 2 പേര്. 10 ഷെയർ ചെയ്യാൻ തുടങ്ങി. ഓരോരോ ഐറ്റംസുകൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ടീംസ് വരുന്നുണ്ടല്ലോ. വിഷ്ണുരാജ്, മാറൂഫ്. നമ്മുടെ അടുത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവരണുള്ളൂ. നമുക്കൊരു വെള്ളം കിട്ടി, ഒരാൾക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് വെള്ളം കിട്ടിയില്ല. ഈത്തപ്പയം വാരിയിട്ടുണ്ട്. മൂപ്പൊരാൾ ഈത്തപ്പയം വാരി വിതരാൻ പോകുന്നു തോന്നുന്നുണ്ടോ. അടുത്ത് നമുക്ക് ബത്തക്ക. അങ്ങനെ എനിക്ക് 2 ബത്തക്ക കിട്ടി ഗൈസ്. നമുക്കെല്ലാവർക്കും വെള്ളവും കിട്ടിപ്പോൾ. ഫുള്ളായിട്ടാ, ഇനി അവിടെ ഒന്നും സ്ഥലമില്ല. സമൂസയും വന്നു. 2 ബത്തക്ക. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ കറക്റ്റ് എടുത്ത് വെക്കണം, അല്ലെങ്കിൽ അനസ്ഥിതിയിൽ വന്നൊരു കൈയിടും. അന്നല്ല പേടിച്ചിട്ടുണ്ട്, അന്നെ കാണും കേടില്ല. ഫൈനലി മെയിൻ ആളെത്തിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും കൂടി വട്ടം കൂടിയിരിക്കുന്നത്. ഞാൻ എൻ്റെ 2 ഈത്തപ്പഴം തിന്ന് തീർത്തിട്ടില്ല. അപ്പോത്തിന് തുടങ്ങി അടി. ബത്തയ്ക്ക് സമൂസ തിന്നാന്നാലേ സംഭവം കിട്ടൂല. ഇപ്പോൾ കണ്ടില്ലേ, കണ്ണ് തുറന്നപ്പോൾ ഇതിന് സാധനം തീർന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അനസ് എൻ്റെ വീഡിയോയിൽ നിന്ന് സ്കിപ്പായി കണ്ട് ഒലീവിൻ്റെ അയില ഓടിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറവാണ്, എല്ലാവർക്കും കുറവ്. എന്താ ചെയ്യുക? സഫ്വാന് പിന്നെ തീരെ കുറവില്ല, നമുക്ക് പിന്നെ പ്രശ്നമില്ലാത്തതുകൊണ്ട് വേണ്ട, നമുക്ക് അവിടുന്ന് അടിക്കാം. ചായ, അടുത്ത് ചായ വൈബും കൂടി ഉണ്ട്. അതിലേക്ക് ഞങ്ങൾ കടക്കുന്നതാണ്. ആദ്യം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലെ ഫുഡുണ്ട്, അത് പോയിട്ട് എടുക്കണം. അത് പോയിട്ട് എടുത്തിട്ട് ചായ വൈബിലേക്ക് കടക്കുന്നതാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ അർബാബാൻ ടീംസ് നല്ല സ്നേഹമുള്ള ചങ്ങായി വരാം. ഒരു ചായയും ഒരു സമൂസ തന്നു. ടാറ്റാ ബൈ ഇൻഷാല്ലാ. ചായയും സമൂസയും നമ്മുടെ പിള്ളേരിൽ നിന്നാണ്. ഞങ്ങളിത് ഹോസ്പിറ്റലിൻ്റെ മുന്നിലൂടെ നടന്നതാണ്. ആ മൂലയിലായിട്ട് വരും നമ്മുടെ എന്താ പറയുക ഫാർമസിയിൽ ഞങ്ങളെ ഫുഡ് ഒളിപ്പിച്ച് വെച്ചേക്കണം. കാരണം എന്താ വെച്ചാൽ
കാരണം എന്താ വെച്ചാൽ പേരെഴുതി വെച്ചാലും എടുത്തു പോണ ബ്ലഡി ഫൂൾസ് ഉണ്ടായതുകൊണ്ട് അവരെ ഭയക്കണം. സഫാന് പിന്നെ ഓരോന്നും പേടിയില്ല അല്ല സഫാന് മെഡിയോറിലെ ഏക ജിമ്മ് എന്നറിയപ്പെടുന്ന പാട്ടച്ചായ അല്ലേ? എന്നാലും എല്ലാം തിരില്ല പറയാം. ഇതിങ്ങനെ ചായ ഇതെന്താ ഇങ്ങനെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചായക്ക് വേറെ ചോയ, കുടിക്കാൻ പറ്റും തോന്നുന്നില്ല. മധുരം തീരില്ല. എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഒരു സ്നേഹം കൊണ്ട് തന്നതായതുകൊണ്ട് കുടിച്ച് തീർക്കണം. ഇത് നമ്മളെ മെഡിയോറിൻ്റെ ഫാർമസി. ഇതിൻ്റെ മുകളിലാണ് ഫുഡ് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചേക്കണം. എനിക്ക് വന്നിട്ട് 30 ദിവസം ചിലപ്പോൾ ഇവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കേണ്ടി വരും. ഇതിനുള്ളിലാണ് നമ്മളെ 2-3 ഓഫീസുകളുണ്ട്. Hi Arbab, how are you? This is Mr. This is Johnny. This is Yasin. Yo. Chai? No. Chai? No, thank No? you. This is Gawa, not chai. This is Gav. Okay, bye. നമ്മുടെ ഹോസ്പിറ്റലിലെ വാൾ ഓഫ് ഫ്രെയിം ആട്ടോ. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളില്ലേ. ഇവിടെ ഷെബിൻ ടീമിൻ്റെ പക്കോട്ടുകൾ ഇരുത്താം. എന്താ പള്ളി പോകുന്നില്ലേ? സാധ്യത ഞാൻ കാണാനില്ലല്ലോ. മുഹമ്മദ് ജോയിലും ടീമും നിങ്ങളുടെ ഇരുത്തത്തിന് സാധ്യത കാണില്ലല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടാളെ എന്ത് പറ്റി? ഞാൻ അവിടെ അവല് സഫയിലുണ്ടായി. ഞാനും സഫാനോ സലാസ 3-ാമത്തേൽ കാവ നമ്മളെ അറബി പിള്ളേർ തന്ന കാവ. ഞാൻ വേണ്ട അതെന്താ പായസ സ്പൂണ്ടാ? സ്പൂണിൻ്റെ ഞാൻ അടിക്കും. ഇത് മിസ്റ്റർ ഷെബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫാർമസിൻ്റെ തലവൻ കിങ് ആണെന്ന് അറിയപ്പെടുന്നു. ഗൈസ്, മുഹമ്മദ് ജോയിൽ നമുക്കൊരു പായസം ഓഫർ ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ജോയിൽ മറ്റേത് നിസ്കാര ടൈമൊക്കെ ഉണ്ട്. മുഹമ്മദ് നൗഫൽ. അതിൻ്റെ പേരെന്തേനു? ആരൊക്കെ? അവിടെ വരെ പായ ഇടുന്നു. അവിടെ പായിട്ട് അവിടെ മൊത്തം ആള് പൊതിഞ്ഞിരിക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ടൊക്കെ വിട്ടു പായ. അവിടെ സാധനം ഉണ്ടായിരുന്നു ഇഷ്ടം പോണം. അപ്പോൾ അവർ അള്ളാഹിനോട് തെറ്റിപ്പോയാ? പഠിച്ചവനോട് തെറ്റിപ്പോയിട്ടുണ്ടോ ചിലപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടിന്. പഠിച്ചവനോട് ചീത്തറിന് പോയി. മറ്റേ അവൻ പ്രാവശ്യം ഇല്ലാത്തല്ലേ അടി ഉണ്ടാക്കിയത്. ആരും കഴിഞ്ഞ പ്രാവശ്യം അടി ഉണ്ടാക്കിയത് എന്തിനൊക്കെ തൊള്ളർക്കാനാ? എൻ്റെ പെണ്ണുങ്ങൾ എൻ്റെ അമ്മശാക്ക് ചീത്തറിയുന്നു. വാക്സിനാൻസ് പറയണം. എൻ്റെ അമ്മശാക്ക് ചീത്തറി വീടെടുക്ക് ഇന്ന വീഡിയോയിൽ ആടേണ്ടത്. ഒന്ന് ആലോചിക്ക. ജോയിലിൻ്റെ അമ്മശാങ്ക എന്ത് അല്ല ജോയിലിൻ്റെ ഇവൻ്റെ എന്താ കല്യാണം വെച്ചില്ലല്ലോ. ഷെബിൻ്റെ അമ്മശാങ്ക എന്തേലും പറയുമോ? പെണ്ണുങ്ങൾക്ക് വരണ്ടാവില്ല എത്ര കുറവ്. ഇന്നത്തെ വീഡിയോയിലെ മെയിൻ താരറിയോ? സഫ്വാൻ. ഞാൻ എണീറ്റത് മുതൽ ഞാൻ കിടക്കണ വരെ സഫ്വാൻ ഉണ്ടാവും. എന്തുണ്ടാക്കിയാലും നിങ്ങൾ ഡ്യൂട്ടി ചെയ്യണില്ല? നിങ്ങൾ ഡ്യൂട്ടിയിലേക്കല്ലേ? ഡ്യൂട്ടിയില്ല? ബ്രേക്ക് ഇത് ബ്രേക്കില്ല? ഇന്നെടുത്തിട്ട് കാര്യമോ? പായസം എജാതി സാധനം കളയാൻ പറ്റതാണെങ്കിലും കുഴപ്പമില്ല. ഇന്നൊക്കെ തന്നല്ലോ. ഇന്നൊക്കെ തീത്തല്ലേ മോനെ? ബാത്റൂമിൽ അല്ലെങ്കിൽ സ്ഥലമില്ല അവിടെ. ഞാൻ ഞങ്ങളെ തറവിക്കോയി. ഇവന് അബ്ദുനെ കൊണ്ടുപോയി. ഇവൻ തക്കുപുറത്തുള്ളിൽ കെട്ടി ബാക്ക് നോക്കിയപ്പോൾ അബ്ദുനെ കാണാനില്ല.
ഇതല്ല ഇറക്കിയ കഥ ഇതല്ല അതിന് വലിയ കോമഡി ഉണ്ടായി ഇന്നല്ലേ അവിടെ പോയി ഞാൻ തെക്ക് പുരട്ടി എൻ്റെ ഒപ്പം വന്നിട്ട് അബ്ദുൾ തെക്ക് പുരട്ടി എന്നിട്ട് എന്നോട് ചോദിച്ചാണ് ഇഷാവെന്ന് ചോദിച്ചു എന്നോട് അങ്ങനെ ആക്കിയാ ഞാൻ 2 മാസമായി വന്നിട്ട് ഓ ഞാൻ നാട്ടിൽ പോണിൻ്റെ തലേ സ്ഥലത്തെ ഒരു വീഡിയോ അല്ലേ ഡിസംബർ 7 എന്താണ് സഹകരിച്ച ജോയിലിന് എൻ്റെ എല്ലാവിധ എന്താ അതിന് പറയാ മംഗളാശംസകളും. പായസം പണി തരാണ്ടിരിക്കട്ടെ. ഇത് പായസടാ, അരിപ്പായസം. എന്നാ ശരി കേട്ടാ ഗൈസ്, പോട്ടെ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഗൈസ്, ഞാൻ എൻ്റെ ഫുഡ് ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കാം. ചിലപ്പോൾ കിട്ടൂല, അതുകൊണ്ടാ. എൻ്റെ ഫുഡ് കിട്ടി. ഇതാണ് നമുക്ക് മെഡിയോർന്ന് തരുന്ന ഫുഡ്. ഇത് ഞാൻ വിശദീകരിച്ച് പിന്നെ കാണിച്ചു തരാം. നമ്മളെന്തായാലും ഇവിടുന്ന് സ്ഥലം വിടാതെ. അങ്ങനെ ഞങ്ങൾ ഇന്നും പുറത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ്. മിസ്റ്റർ സഫ്വാൻ വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വൈബുമായി മിസ്റ്റർ സഫ്വാൻ എത്തിയിരിക്കുകയാണ്. മറ്റേ തറാവി വിത്ത് എന്താ പറഞ്ഞേ? തറാവി വിത്ത് എന്താ പറഞ്ഞേ? പുതിയൊരു പള്ളി ഓപ്പണായി. അപ്പോൾ എന്തോ ആവാലോ, മെയിനുകൾക്ക് എന്തോ ആവാമെന്നുള്ളൊരു പ്രസ്താവന സഫ്വാൻ ഇറക്കിയിരിക്കുകയാണ്. ഞങ്ങളെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തറാവി സ്കരിക്കാൻ പോകണം. ഞാനുണ്ട്, 2 സഫ്വാനുണ്ട്. എന്നിട്ട് നമ്മൾ എവിടെ പോണത്? സാധാരണ സാദിയാത്തിൽ 3 പള്ളിയുണ്ട്. എബ്രഹാം ലിങ്കൻ. ഏതൊക്കെ പള്ളി? ജൂതന്മാരെ പള്ളി. അപ്പുറത്തത് അത് ചർച്ച്. അങ്ങനെ 3 സംഭവങ്ങളാണ് നടന്നത്. ആൾക്കാർ കുറവായിരിക്കും. പള്ളി കാണാൻ പറ്റില്ല, അപ്പുറത്തെ പള്ളി. ഇതെന്താ സാധനം? ഇത് ചർച്ച്. ഇതെന്താ? കൺസ്ട്രക്ഷൻ പുതിയ എന്തോ സാധനം വരാൻ പോകട്ടെ, ചിറകുള്ള സാധനം. ഈ തുമ്പിൻ്റെ ഒക്കെ ചിറകുമായിരുന്നു. ഞങ്ങൾ തറാവി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഒരു പ്രത്യേകമായ പള്ളിയിലേക്കാണ് അല്ലേ? ഇവിടെ ഈ 3 പള്ളി ഉണ്ടായതുകൊണ്ടേ കേട്ടോ ചിലപ്പോൾ ഇത്ര വൃത്തി ഇതിനുള്ളിൽ. പാർക്കിങ്ങിൻ്റെ ഏരിയ അല്ലേ? സംഭവം അടിപൊളി. ഭയങ്കര വൃത്തിഹീനമായ ഏരിയ. എന്നാ വൃത്തിയുള്ള ഏരിയ. എന്തിൻ്റെ മലയാളത്തിൽ എന്താ ഇപ്പം? നല്ല മലയാളമല്ലേ? ഓ ഗോഡ്, എന്ത് രസമല്ലേ? സെക്യൂരിറ്റി ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നു. സഫാൻ കറക്കി എടുക്കുന്നുണ്ട് വണ്ടി. കറക്കി ഒരു കിയൻ്റെ മൂട്ടിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. അത്ര മനോഹരമായിട്ടുള്ളൊരു പള്ളിയിൽ ഞാൻ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇത് പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൊരു പള്ളിയാണെന്നാണ് തോന്നുന്നത്. സംഭവം വെറൈറ്റി. ഞാൻ ഒരു ബ്ലോഗ് ഇടാൻ വിചാരിച്ചപ്പോൾ ഉസ്താദ് സമ്മതിക്കില്ല. സംഭവം അടിപൊളിയല്ലേ? ഭയങ്കര ആളാ. ഞാൻ ഓത്തുന്നുണ്ട്, രക്ഷയില്ലല്ലോ. അയാൾ ഓത്ത് മാഷാ അല്ലാഹ്. എന്താണ് അതിൻ്റെ മോനെ? ഞാൻ അയാളെ ഓത്തിൻ്റെ ഫാനായിപ്പോയി. നിങ്ങളോ? ആര്? ഒരാളിൻ്റെ കൈ പിടിച്ച് കണ്ട് നീച്ചല്ലേ അത്?
ആ മൂപ്പര് പക്ഷെ മൂപ്പര് നല്ല സ്റ്റൈലിലും എല്ലാം ഓതി മീഡിയ അന്ന് ഉണ്ടായിരുന്നു. അല്ലേ നമ്മളൊക്കെ നമ്മള് കത്തും മീഡിയ നോക്കേണ്ടി വരും. അടുത്ത് കണ്ട് റീപോസ്റ്റ് ചെയ്യേണ്ടി വരും. പച്ച തൊപ്പിട്ട് കണ്ട് നിൽക്കണ്ട് ഞാൻ. അല്ലോ സംഭവം അടിപൊളിയല്ലേ മാഷാ. പള്ളിന്റെ ഉള്ളും ഉഷാറ്. പള്ളിന്റെ ഉള്ളു നിനക്കൊണ്ടേ ഇപ്പൊ അവിടെ വന്ന മൊത്തം കുടുംബക്കാരെ വന്നിട്ടുണ്ട്. ആരത്തൊക്കോ ഇത് പള്ളി ആരത്തപ്പോ ശരിക്ക് ഗവൺമെന്റ് ഓത്തില് സത്യമായിട്ട് ഞാൻ ഓത്തിൽ ലഹിച്ചു പോയി. ഇഷ്ടപ്പെട്ടില്ല. 9 മണി കറക്റ്റ് ഒക്കെ തന്നെ അല്ലേ ഇന്നലെ. ആഹാ എന്നെ ഞാൻ എന്നിട്ട് വീഡിയോ സ്പീഡില്ല പറഞ്ഞേ. തുമ്പിച്ചെറുക്കല്ലേ? തുമ്പിച്ചെറുക്ക് റൈറ്റ് സൈഡില്. അതാണ് ഗൈസ് മറ്റേ സാധനം. ഇതിന്റെ പേരെന്തേനു? ഗൈസ് ഇതാണ് അബുദാബി ലൂഫ് മ്യൂസിയം അല്ലേ? ലൂഫ് മ്യൂസിയം. ഇഫ് ഐ ആം നോട്ട് റോങ് അതാ തന്നെ. ശിബൻക്ക് റോങ് ആവില്ല. ഞങ്ങളിപ്പോൾ ഈ ദുനിയാവ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് വന്നതാണ്. ഈ ദുനിയാവ് മിസ്റ്റർ അബ്ദുറഹ്മാൻ ആൻഡ് മീ. നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിൻ്റെ പേര് ചിക്കൻ പതപ്പിച്ചത്. ചിക്കൻ പതക്കുവോ? എവിടുന്നാ? തളിപ്പറമ്പോ? എന്താ തളിപ്പറമ്പിൽ മാത്രം അങ്ങനെ സാധനം? ഉറവിടോ? അതുണ്ടാക്കിയത് തളിപ്പറമ്പെന്ന് എന്നാണ് അദ്രമ്മൻ പറയണത്. അങ്ങനെ ആയിക്കാരം ചിലപ്പോൾ. പക്ഷെ കണ്ണൂരിൽ നിന്നുള്ള ഫുഡായിട്ടാണ് ഇവിടെ വന്നതിൻ്റെ ശേഷം എനിക്ക് മനസ്സിലായത് അല്ലേ? കണ്ണൂർ സ്പെഷ്യൽ ഇല്ലേ? കഴിച്ചോക്കാം. അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ പതപ്പിച്ചത് എത്തിക്കാണ്. ഇത് ലെഗ് പീസ്, അത് ചെസ്റ്റ് പീസ്. ചിക്കൻ പതപ്പിച്ചത് കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ടോ സാധനടാ? ടേസ്റ്റ് ഉണ്ടോ? സത്യം പറയും ഉണ്ട്. ചിക്കനെ വെന്തുകണോ? അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ, എനിക്ക് ക്ഷമയില്ല. ഇങ്ങോട്ട് കൂടുതൽ സാധനം കാണിക്കാൻ സാധ്യതയില്ല. ഇതിങ്ങനെ എടുത്തിട്ട് 3 കൂടി ഇങ്ങനെ പിരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് അപ്പം. എന്താപ്പടാ? അപ്പം പതപ്പിച്ചത്. ഈ അപ്പത്തിലേക്ക് ഈ ചിക്കൻ്റെ പീസിന് എടുക്കുക. ഇത് പതപ്പിച്ചത് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും എന്നറിയില്ല. സംഭവം പതപ്പിച്ചു വേണം. പതപ്പിച്ച് പറയാൻ കാരണം എന്താ? കറിയിലിട്ടിട്ട് പതപ്പിച്ചതുകൊണ്ടാണ് പതപ്പിച്ചതെന്ന് പറയാൻ കാരണം. ഇങ്ങനെ പീസ് എടുക്കുക, എന്നിട്ട് ഈ ബീട്രൂട്ട് ഇങ്ങനെ വെക്കുക, ഇവിടെ ഇങ്ങനെ അടിക്കുക. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, വിഷയാക്കരുത്. വീണ്ടും ഇങ്ങനെ അടിക്കുക. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പം പതപ്പിച്ചതും പിന്നെന്തേനും ജ്യൂസുകളും ആയിട്ട് ഞങ്ങൾ നിർത്തി. ജ്യൂസ് വീഡിയോയിൽ കാണിച്ചിട്ടില്ല.
കാരണം നോമ്പായതുകൊണ്ട് എല്ലാവരും നോമ്പ് വിളിക്കുന്നല്ലോ. അപ്പോൾ കുറേ സാധനങ്ങൾ കാണിപ്പിച്ചിട്ട് വെറുതെ ഉണപ്പിക്കണ്ടല്ലേ, ഉണപ്പിക്കണ്ടെന്ന് അല്ല. നാളെ രാവിലെ ഒരു കാണുമല്ലോ. നാളെ രാവിലെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നുണയാൻ പാടില്ല. നിങ്ങളെ മനസ്സാണ് നമ്മളെ മനസ്സ്.